ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് റോസ്റ്റായിട്ടും അതുപോലെ തന്നെ കറിയായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഒരു വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി കഴിക്കാനായിട്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. പെരിഞ്ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പച്ചമല്ലി, 2-3 കഷ്ണം പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ ഗ്രേവിക്കും നിങ്ങളുടെ എരിവിനും അനുസരിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഈ മസാല എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിൻ്റെ ചൂടൊന്ന് തണുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതെല്ലാം മാറ്റിയ ശേഷം അതേ ചട്ടിയിലോട്ട് തന്നെ ഞാനല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തതാണ് എടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് ഈ ഉള്ളി വഴണ്ടി വരാനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളി നല്ലപോലെ വഴണ്ടി വരണം. ഈ ഒരു രീതിയിൽ നല്ല ഗോൾഡൻ കളറിൽ വഴണ്ടി വന്ന ശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ നേരത്തെ മസാലയിൽ കുരുമുളകും മല്ലിയൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം പൊടികൾ ഇതിൽ ചേർക്കാനായിട്ട്. അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുത്ത ശേഷം അതിലോട്ട് ഒരത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി വെന്തുടഞ്ഞ് വരാനായിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന മസാലയാണ്, അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാലയൊക്കെ ഈ ചിക്കനിലൊന്ന് കവറായി വരുന്ന രീതിയിൽ നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്ത ശേഷം ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാഫ് കുക്കിംഗ് ആണ് ഈ ഒരു മസാലയിൽ ചെയ്യുന്നത്. ബാക്കി അടുത്ത മസാലയിലാണ് എൻ്റെ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റോസ്റ്റാക്കിയാണ് ഈ ചിക്കൻ എടുക്കുന്നതെങ്കിൽ ഇതിലോട്ട് തന്നെ ഈ മസാലപ്പൊടി ഇട്ടിട്ട് ബാക്കി കുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഞാനിത് കറിയാക്കി എടുക്കുന്നുണ്ട്. വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ പൊടി ഇട്ട് കൊടുത്ത ശേഷം നല്ല തിളച്ച വെള്ളം ഒരു 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പീസും ആ ഗ്രേവി മുഴുവനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ചിക്കനിൽ ആവശ്യമായ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത ശേഷം ഞാൻ നന്നായിട്ടിത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ ഹാഫ് കുക്കിംഗ് ആണല്ലോ ചിക്കൻ ചെയ്തത്. ഇനി ബാക്കി ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ ഇതിലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതിയാവും. നമ്മളിതിൽ തേങ്ങാപ്പാലോടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇതൊന്ന് വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റിനാണെങ്കിലും തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാലും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റോടെ ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഈ കറി തണുത്ത് വരുമ്പോൾ ഗ്രേവി ഒന്നും കൂടെ ഒന്ന് തിക്കാവുന്നതാണ്. ഇനി അല്പം മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലിട്ടെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ.
നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയേക്കാളും ഭയങ്കര വ്യത്യസ്തമായൊരു റെസിപ്പിയാണിത്. ആ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ആ മസാല ഈ കറിയിലോട്ട് ചേർക്കുമ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.